ഹലോ. അപ്പോൾ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ബർത്ത്ഡേ ആകുമ്പം ടെമ്പിൾ വിസിറ്റ് മസ്റ്റ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ നാലാളും കൂടി രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകുന്നതാണ് ഈ കാണുന്നത്. ഇരിങ്ങണ്ണൂർ മഹാശിവ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഒരു രക്ഷയില്ല. നല്ല കാം ആയിട്ടുള്ള ആംബിയൻസും നല്ല അടിപൊളി ഭംഗിയുള്ള കൊത്തുപണിയുള്ള ശ്രീകോവിലാണ് അവിടെ ഉള്ളത്. ഉള്ളിലേക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്ത പിക്കാണ്. സത്യം ഞാൻ ഫോൺ ഉള്ളിലേക്ക് എടുത്തിട്ടില്ല. പിന്നെ അടിപൊളി സെറ്റ് കൊളാണ്. 4 സൈഡിൽ നിന്നും നമുക്ക് ഇറങ്ങി കുളിക്കാം. നേരെ ജിമ്മിലേക്കൊന്നും അല്ല കേട്ടോ പോയത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒരു ലൈറ്റ് ഫുഡും ഒക്കെ കഴിഞ്ഞിട്ടൊരു 3 മണിക്ക് അങ്ങനെയാണ് ഞാൻ ജിമ്മിലേക്ക് പോയത്. പിന്നെ ബർത്ത്ഡേ ഒക്കെ അല്ലേ, എന്തെങ്കിലും സൽപ്രവൃത്തി ചെയ്യണമല്ലോ. അതുകൊണ്ട് ഡാഡിയുടെ ഒരു പറമ്പ് നമുക്കുള്ളൊരു സ്ഥലത്ത് തൈ വെക്കാൻ പോകുന്നതാണ് ഈ കാണുന്നത്. തൈ ഞാൻ വെച്ചാൽ മാത്രം മതിയല്ലോ, അവൻ കുഴി തോണ്ടിക്കോളും എന്ന് വിചാരിച്ച് നിന്നപ്പോൾ അവനധികം കുഴി തോണ്ടാനൊന്നും അറിയില്ല യാവും. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു തൈയൊക്കെ നട്ടു. ഒരു 10-15 വർഷത്തിന് ശേഷം എൻ്റെ കൈപ്പുണ്യം കാണാനാവുന്നതാണ്. ചക്കിയുടെ രൂപത്തിൽ പ്ലാവാണ് നട്ടത്, പ്ലാവ്. ശേഷം ഉണ്ണിസാറിൻ്റെ വക ഒരു കാർ റൈഡ്. എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല കേട്ടോ, ടൗണിലേക്ക് സാധനം വാങ്ങിക്കാൻ പോകുന്നതാണ്. പിന്നെ പിള്ളേരുടെയൊക്കെ ഒരു നിർബന്ധപ്രകാരം ഞാനൊരു കുഞ്ഞു കേക്ക് വല്യച്ഛൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. എനിക്ക് ഇപ്രാവശ്യം കേക്ക് മുറിക്കണമെന്നൊന്നും ഉണ്ടായില്ല. പിന്നെ പിള്ളേരുടെയൊക്കെ ഒരു സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. കണ്ടോ, വലിയ താല്പര്യമൊന്നുമില്ലാതെയാണ് ഞാൻ കേക്ക് മുറിക്കുന്നത്. എല്ലാവരെയൊക്കെ വിളിച്ച് അറേഞ്ചൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കേക്ക് മുറിക്കുന്നത്. കാരണം എല്ലാത്തിനും അതിൻ്റേതായ ഡിസിപ്ലിനൊക്കെ വേണമല്ലോ. പിന്നെ ഈ ഡ്രസ്സ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സാണ് കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സാണ്. ഇത് വെച്ച് ഞാൻ വേറൊരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നതാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ഡ്രസ്സാണിത്. വീട്ടിൽ എന്ത് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും അതൊന്ന് കളറാക്കണമെങ്കിൽ കുട്ടികളെ വേണം. ഇളയച്ചൻ്റെ കുട്ടികളും ഏച്ചിൻ്റെയും ഏട്ടൻ്റെയും കുട്ടികളൊക്കെ ആയിട്ട് ഒരു 6-7 കുട്ടികളുണ്ട് വീട്ടിൽ. ഒരു 4-5 കുട്ടികളുടെ കുറവുണ്ട്. എന്നാലും ഉള്ള കുട്ടികളെ വെച്ചിട്ട് ഞങ്ങൾ സെലിബ്രേഷനൊക്കെ നല്ല കളറാക്കി. വാഴയില്ല കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും സദ്യയാണ്. ബട്ട് സദ്യയല്ല നമ്മളുണ്ടാക്കിയത്, ഫ്രൈഡ് റൈസാണ്. സാധാരണ ഇന്തോ ചൈനീസ് കോമ്പിനേഷനൊക്കെ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചൊന്ന് കേരള ചൈനീസ് കോമ്പിനേഷൻ ട്രൈ ചെയ്യാം. അല്ലാതെ വാഴയില കൂടുതൽ വീട്ടിലുണ്ടായത് കൊണ്ടൊന്നും അല്ല കേട്ടോ. ഈ എഗ് ഫ്രൈഡ് റൈസും പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ ചില്ലിയാണ് ഉണ്ടാക്കിയത്. പിന്നെ പിള്ളേർ സോസൊക്കെ കൂട്ടി കഴിക്കുന്നത് കണ്ടു. ഞാനിപ്പോൾ ചിക്കനൊന്നും അങ്ങനെ കഴിക്കാത്തത് കൊണ്ട് എനിക്ക് എഗ് ചില്ലിയാണ് ഉണ്ടായത്. പായസവും ഉണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത്രയാണ് എൻ്റെ കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.